ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അല്ലെങ്കിൽ എന്തിനാ ഇത്ര നാണിക്കുന്നേന്നോ റിസർവ് ആയിരിക്കുന്നേന്നോ ആരെങ്കിലും നിങ്ങളോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ഒറ്റയ്ക്കിരുന്ന് വായിക്കാൻ വേണ്ടി നിങ്ങളൊരു പാർട്ടി സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻട്രോവേർഷനെ കുറിച്ചാണ്. എന്താണത് സത്യത്തിൽ? അല്ലെങ്കിൽ ഇൻട്രോവേർട്ടുകൾക്ക് പിന്നിലുള്ള സയൻസ് എന്താണ്? പിന്നെ ഇൻട്രോവേർഷനും സോഷ്യൽ ആങ്സൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ഇതിന് ചുറ്റുമുള്ള മിത്തുകൾ പൊളിച്ചു മാറ്റാം. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഇൻട്രോവേർഷൻ അല്ലെങ്കിൽ എന്താണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നതാണ്. ഒരു ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയല്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻട്രോവേർട്ടുകളെ കുറിച്ച് കേൾക്കുന്നതാണ് ആളുകളെ ഇഷ്ടപ്പെടാത്തവരാണ് ഇൻട്രോവേർട്ടുകൾ എന്ന്. എന്നാൽ അത് സത്യമല്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂടുതൽ എനർജി ഉണ്ടാവുകയും സമൂഹത്തിൽ ഇടപഴകുമ്പോൾ ആ എനർജി ചോർന്നു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻട്രോവേർട്ട് എന്ന് വിളിക്കാം. സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഇൻട്രോവേർട്ടുകൾക്ക് കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഡോപ്പമിൻ സിസ്റ്റം ആണുള്ളത്. ഡോപ്പമിൻ എന്ന് പറയുന്നത് റിവാർഡ് കെമിക്കലാണ്. എക്സ്ട്രോവേർട്ടുകൾക്ക് ആ ഒരു ഫീലിംഗ് കിട്ടാനായിട്ട് കൂടുതൽ സ്റ്റിമുലേഷൻ ആവശ്യമാണെങ്കിൽ ഇൻട്രോവേർട്ടുകൾക്ക് അതേ സാഹചര്യത്തിൽ കൂടുതൽ ഓവർവെൽമിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അതായത് നിങ്ങളൊരു എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴാണ് കൂടുതൽ എനർജൈസ് ആയതുപോലെ തോന്നുക. എന്നാൽ അതേസമയം ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ അതേ സാഹചര്യത്തിൽ ഇടപഴകേണ്ടി വരുമ്പോൾ എനർജി കുറയുന്നത് പോലെയോ ചോർന്നു പോകുന്നത് പോലെയൊക്കെയാണ് തോന്നുക. മാത്രമല്ല ഇൻട്രോവേർട്ടുകളുടെ ബ്രെയിനിലെ ചിന്തകളുടെയും റിഫ്ലക്ഷൻ്റെയും പ്ലാനിങ്ങിൻ്റെയും ഒക്കെയുള്ള ഭാഗത്ത് കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്നതായി കാണിക്കുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം അർത്ഥം ഇൻട്രോവേർട്ടുകൾ ആൻറ്റി സോഷ്യൽ ആണെന്നാണോ? അല്ല. അവർ ബഹളങ്ങളല്ല, മറിച്ച് ശാന്തതയാണ് ഇഷ്ടപ്പെടുന്നത്. ചെറിയ ചെറിയ സംഭാഷണങ്ങളെക്കാൾ മീനിങ് ഫുൾ ആയിട്ടുള്ള സംസാരമാണ് അവർക്ക് കൂടുതൽ താല്പര്യം. ഇപ്പോൾ ഒരാൾ ഒരു ഇൻട്രോവേർട്ടിനെ സ്മോൾ ടോക്കുമായിട്ട് സമീപിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു സമീപനത്തോട് താല്പര്യമുണ്ടാവില്ല. എന്നാൽ വളരെ ഡീപ്പായിട്ടുള്ള തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻട്രോവേർട്ടുകൾക്ക് കൂടുതൽ സമയം സംസാരിക്കാനായിട്ട് പറ്റും. ഇനി പറയാൻ പോകുന്നത് ഇൻട്രോവേർഷനും സോഷ്യൽ ആങ്സൈറ്റിയും, ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. കാരണം ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോഴാണ് ആളുകൾ കൂടുതൽ കൺഫ്യൂസ്ഡായി കാണപ്പെടുന്നത്. കുറേയധികം ആളുകൾ ഇൻട്രോവേർഷനെ സോഷ്യൽ ആങ്സൈറ്റി ആയിട്ടും സോഷ്യൽ ആങ്സൈറ്റിയെ ഇൻട്രോവേർഷനായിട്ടും തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറേയധികം റീൽസും യൂട്യൂബിലെ തന്നെ കുറേ വീഡിയോസും കാണുമ്പോൾ അതിൽ ഇൻട്രോവേർട്ടുകൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കുറേയധികം സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകളായിരിക്കും. അതായത് ഇൻട്രോവേർട്ടുകളെ ട്രെയ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ആങ്സൈറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇൻട്രോവേർഷൻ സോഷ്യൽ ആങ്സൈറ്റി ആണെന്നാണ്. പലർക്കും സത്യത്തിൽ എന്താണ് സോഷ്യൽ ആങ്സൈറ്റി, എന്താണ് ഇൻട്രോവേർഷൻ എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അപ്പോൾ ഇൻട്രോവേർഷൻ എന്നാൽ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണെന്ന് പറയാം. അതായത് ഒരു വ്യക്തിയുടെ ട്രെയ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രോവേർഷനും അങ്ങനെ തന്നെയാണ്. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ കണ്ടീഷനാണ്. അതായത് ഒരു ഇൻട്രോവേർട്ട് ഒറ്റയ്ക്കിരിക്കുന്നത് അവർക്ക് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാൾ സോഷ്യൽ സിറ്റുവേഷനെ ഭയക്കുന്നു. അവർക്ക് സമൂഹത്തിൽ ഇടപഴകാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടിയും ആ ഭയം കൊണ്ടാണ് അവർക്ക് അതിന് കഴിയാതെ പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് പാർട്ടി സ്കിപ്പ് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഒരു എലോൺ ടൈം കിട്ടാൻ വേണ്ടിയായിരിക്കും. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാൾ പാർട്ടി സ്കിപ്പ് ചെയ്യുന്നത് അത് അവരുടെ പേടി കൊണ്ടാണ്. അതായത് ആളുകൾ തങ്ങളെ ജഡ്ജ് ചെയ്യുമോ, അവിടെ പോയാൽ നാണം കെടേണ്ടി വരുമോ, എന്താണ് മറ്റുള്ളവരോട് സംസാരിക്കുക എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെയുള്ള പേടികൾ കൊണ്ടാണ് അവരതിന് പോകാതിരിക്കുന്നത്. ആ പേടിയാണ് ആങ്സൈറ്റി. അതായത് സമൂഹത്തിൽ ഇടപഴകേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആങ്സൈറ്റിയാണ് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? അതായത് ഒന്ന് ചോയ്സ് ആണെങ്കിൽ മറ്റൊന്ന് പേടിയാണ്. ഇൻട്രോവേർട്ടുകൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ റീചാർജ് ചെയ്യപ്പെടുന്നത് പോലെ തോന്നുകയാണെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകൾ ഒറ്റയ്ക്കിരിക്കുന്നതിലൂടെ മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചിരിക്കുകയാണെന്ന് പറയാം. അവർക്ക് സമൂഹത്തിൽ ഇടപഴകാനുള്ള ഭയം കൊണ്ടാണ് അവർ ഒറ്റയ്ക്കിരിക്കുന്നത്. അല്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അത് അവർക്ക് എനർജി തരുന്നത് പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ടല്ല.
അല്ലെങ്കിൽ അവർ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല. ചിലപ്പോൾ അവർക്ക് സമൂഹത്തിൽ ഇടപഴകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കൂടിയും ആ ഒരു പേടി കാരണം ഒറ്റയ്ക്കിരിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ സുഹൃത്ത് ഒരു പാർട്ടി സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻട്രോവേർഷൻ ആണോ സോഷ്യൽ ആങ്സൈറ്റി ആണോ എന്ന് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. അല്ലാതെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള സുഹൃത്തിനെ ഒരിക്കലും സോഷ്യൽ ആങ്സൈറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകളെ ഇൻട്രോവേർഷൻ ആയിട്ടും പറയാതിരിക്കുക. ഇനി പറയാൻ പോകുന്നത് പുസ്തകങ്ങൾ എങ്ങനെയാണ് ഇൻട്രോവേർട്ടുകളെ സഹായിക്കുന്നതെന്നാണ്. പുസ്തകങ്ങൾ ഇൻട്രോവേർട്ടുകൾക്ക് ഒരു നാച്ചുറൽ റെഫ്യൂജ് ആണെന്ന് പറയാം. അതിൽ നിന്നും ഒരു കമ്പാനിയൻഷിപ്പും ഒരു സുഹൃത്തിനോടെന്ന പോലെയുള്ള ഒരു ഫീലിംഗും അവർക്ക് ലഭിക്കും. സ്വന്തം മുറി വിട്ടിറങ്ങാതെ തന്നെ കുറേയധികം ജീവിതങ്ങൾ ജീവിച്ചു തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അതിൽ നിന്ന് ലഭിക്കുന്നതെന്നും പറയാം. ഫിക്ഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ കൂടുതൽ വായിക്കുന്നതെങ്കിൽ ഒരു എമ്പതിയും ഇമാജിനേഷനും ഒക്കെ വളരാനായിട്ട് അത് സഹായിക്കും. ആൻഡ് ഗസ് വാട്ട്, ലോക പ്രശസ്ത എഴുത്തുകാരായിട്ടുള്ള എമിലി ഡിക്കിൻസണും ഹറുക്കി മുറാക്കാമിയും ഒക്കെ ഇൻട്രോവേർട്ടുകളായിരുന്നു. ഒരുപാട് പ്രശസ്തമായിട്ടുള്ള വർക്കുകൾ ഉണ്ടായിട്ടുള്ളത് അവരുടെ ആ ക്വയറ്റ് ആയിട്ടുള്ള മൈൻഡിൽ നിന്നുമാണ്. അതുകൊണ്ട് ഇൻട്രോവേർട്ടുകളായതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിനും കഴിയില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളൊരു തടസ്സമായി കാണേണ്ട കാര്യമില്ല. നിങ്ങളുടെ കഴിവിനെയോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു തടസ്സവുമാകുന്ന ഒരു കാര്യമല്ല ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത്. ഇൻട്രോവേർട്ടഡ് ആയിരിക്കുക എന്ന് പറയുന്നത് ആരും ശരിയാക്കി എടുക്കേണ്ട കാര്യമല്ല. ഇത് മറ്റൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത് ആരെങ്കിലും മുൻകൈ എടുത്ത് ശരിയാക്കേണ്ട ഒരു രോഗമാണെന്ന രീതിയിലാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. അതൊരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് മാത്രമാണ്. ആരും അത് മുൻകൈ എടുത്ത് ശരിയാക്കേണ്ട ഒരു അസുഖമല്ല. അത് മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിച്ചാൽ മാത്രം മതി. ഈ ഒരു ലോകത്തിൽ നിങ്ങൾ ക്വയറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഓർക്കുക. സ്റ്റിൽനെസ് എന്ന് പറയുന്നത് എംപ്റ്റിനെസ് അല്ല. സൈലൻസ് എന്ന് പറയുന്നത് വീക്ക്നെസ്സുമല്ല. മാത്രമല്ല ഈ ഏകാന്തത ഒരു സൂപ്പർ പവറായി മാറാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇത് ശരിയാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് പോയി പണി നോക്കാൻ പറയൂ. അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇൻട്രോവേർഷൻ എന്ന് അറിയില്ലെന്ന് വിശ്വസിച്ചാലും മതി. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ ആണെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നത് സോഷ്യൽ ആങ്സൈറ്റി ആയിരുന്നെന്ന് തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും അതിൻ്റെ പേരിൽ നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക്